Hello friends and children, welcome to Home Tutor. This is your personal teacher Neba Nebin. 9th standard history chapter 1 French Revolution ആണ് ഇവിടെ നമ്മൾ part 13 ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് did women have a revolution അക്കാലത്തെ ഫ്രഞ്ച് കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് വിപ്ലവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് വിമൻ എങ്ങനെയാണ് റെവല്യൂഷണറി ആയി മാറിയത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ പാർട്ടിസിപ്പേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണിത് Figure 12 Parisian women on their way to Versailles. Versaillesലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന കുറച്ച് പാരീസിൽ നിന്നുള്ള സ്ത്രീകളുടെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. This print is one of the many pictorial representations of the event of 5th October 1789. 5th October 1789 ൽ ഉണ്ടായിരുന്ന കുറേ പിക്ചറൈസേഷന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു പിക്ചറൈസേഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. When women marched to Versailles and brought the king back with them to Paris. So Versaillesലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആയുധങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ എന്താണ് പാരീസിൽ നിന്ന് പാരീസിലേക്ക് രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന ഒരു പിക്ചറൈസേഷൻ ആണ് From the very beginning, women were active participants in the event which brought about so many important changes in French society. ഫ്രാൻസിലെ സമൂഹത്തിൽ അവരുടെ സൊസൈറ്റിയിൽ വളരെ എന്തൊക്കെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അവയിലൊക്കെയും പ്രധാനപ്പെട്ട ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വഹിച്ച ഒരു സമൂഹം തന്നെയാണ് സ്ത്രീകളുടേത് തുടക്കം മുതൽ ഒടുക്കം വരെയും പക്ഷെ അവരുടെ സ്റ്റേറ്റസും അവരെ എങ്ങനെ കൺസിഡർ ചെയ്തിരുന്നു എന്നുള്ളതും ഓരോ കാലഘട്ടങ്ങളിൽ മാറി മറിഞ്ഞു വന്നിരുന്നു They hoped that their involvement would pressurize the revolutionary government to introduce measures to improve their lives. അപ്പോൾ ഈ സ്ത്രീകളെ ഇതിലേക്ക് ഒരു റെവല്യൂഷന്റെ അകത്ത് ഒരു അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിന്റെ അകത്ത് പുരുഷന്മാര് അക്സെപ്റ്റ് ചെയ്തത് അവരെയും കൂടി ചേർക്കാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നത് ഈ വിപ്ലവകാരികൾ വിചാരിച്ചിരുന്നത് ഗവൺമെന്റിനെ പെട്ടെന്ന് തന്നെ പ്രഷറൈസ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമായിരിക്കും എന്ന് ചിന്തിച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൂടി ചേർത്തിരുന്നത് അത് മാത്രവുമല്ല ഇവരുടെയൊക്കെ ലൈഫിൽ കുറച്ചുകൂടി ഡിഗ്നിറ്റി ഉണ്ടാവും കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നും പ്രതീക്ഷയുണ്ടായിരുന്നു സ്ത്രീകൾക്ക് മോസ്റ്റ് വിമൻ ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഹാഡ് ടു വർക്ക് ഫോർ എ ലിവിംഗ് ഇപ്പൊ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലേ നമ്മൾ ഈ ഒരു ഹൈറാർക്കി ഒക്കെ പഠിച്ചിട്ടുണ്ട് സോഷ്യൽ സ്റ്റാറ്റസും സൊസൈറ്റിയിലുള്ള ഓരോ ലെവലുകൾ സോഷ്യൽ ക്ലാസ്സുകളെ കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കടയിലുള്ള സമൂഹമാണ് അവരിലുള്ള സ്ത്രീകൾ മിക്കപ്പോഴും വർക്കിംഗ് ആയിരുന്നു അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുവാൻ വേണ്ടി അവർ വർക്കിംഗ് ആയിരുന്നു They worked as seamstresses or laundresses sold flowers, fruits and vegetables at the market or were employed as domestic servants in the houses of prosperous people. അപ്പോൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പല ഫീൽഡുകളിലായിട്ട് സീംസ്ട്രസസ് എന്ന് പറഞ്ഞാൽ എന്താണ് തൂപ്പുകാരികൾ അല്ലേ അതായത് തൂക്കുന്നത് അവർക്ക് സാലറി വേജസ് കിട്ടുവാൻ വേണ്ടി ചിലപ്പോൾ പബ്ലിക് റോഡുകളായിരിക്കാം തൂക്കുന്നത് ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കാം എന്തായാലും അവർ പേയ്മെന്റ് വേജസിന് വേണ്ടിയാണ് തൂക്കുന്നത് അവരെയാണ് സീംസ്ട്രസസ് എന്ന് വിളിക്കുന്നത് ലോൺഡ്രസ്സസ് തുണി അലക്കുന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവര് പിന്നെ ഫ്ലവറുകൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന വ്യക്തികളായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മാർക്കറ്റുകളിലൊക്കെ കൂടാതെ വലിയ വലിയ കാശുകാരുടെ വീടുകളിൽ വെൽതി ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ അവർ ഡൊമസ്റ്റിക് സെർവൻസ് ആയിട്ട് വീടുകളിൽ ജോലിക്ക് നിൽക്കുന്നവരുണ്ടല്ലോ അങ്ങനെയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ശരിക്കും ഇവരൊരു വർക്കിംഗ് ഹാൻഡ് തന്നെയായിരുന്നു അക്കാലത്ത് ഒരു വീട്ടിലേക്ക് വരുമാനം എത്തിക്കുവാൻ വേണ്ടി ഇവർക്കും നല്ല പാർട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ഈ റെവല്യൂഷണറീസ് ഈ വിപ്ലവകാരികൾ ഇവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ കാര്യം ഒന്ന് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ പ്രഷറൈസ് ചെയ്യും സെൻസിറ്റീവ് ആണല്ലോ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവർ ഈ സ്ത്രീകളെ വിപ്ലവകാരികളായിട്ട് അംഗീകരിച്ചില്ല അവർ കൂടെ കൂട്ടിയത് സ്ത്രീകൾ വിചാരിച്ച എന്താണ് അവരുടെ ലൈഫിലും കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്കും ഒരു എക്കണോമിക്കലിയും സോഷ്യലിയും ഒരു സ്റ്റേറ്റസ് കൂടുമായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചാണ് അവരും ഇതിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് അതല്ലാതെ മറ്റു ഒരു വാല്യൂയും അവർക്ക് കൊടുത്തിരുന്നില്ല Most women did not have access to education or
ജോബ് ട്രെയിനിങ്. അപ്പോൾ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ മിക്കവരും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കുറവുള്ളവരായിരുന്നു. കൂടാതെ തന്നെ ഇവർക്ക് ഒരു തരത്തിലുള്ള ജോബ് ട്രെയിനിങ്ങും കിട്ടിയിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവർ ഈ ഒരു ഏറ്റവും ലോ ക്ലാസ് മേഖല അല്ലാതെ മറ്റു മേഖലകളിലേക്ക് ഇവർ കടന്നേനെ. അപ്പൊ അങ്ങനെ ഒരു റൈറ്റും കൂടി ഇവർക്കില്ലായിരുന്നു. Only daughters of nobles or wealthier members of the third estate could study at a convent, after which their families arranged a marriage for them. ഓക്കെ, അപ്പൊ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്ന സ്ത്രീ സമൂഹം, കുട്ടികൾ, പെൺകുട്ടികൾ എന്ന് പറയുന്നത് നോബൽസിന്റെയും തേർഡ് എസ്റ്റേറ്റിലുള്ള കുറച്ച് വെൽതിയർ ആയിട്ടുള്ള മെമ്പേഴ്സിന്റെയും കുട്ടികളായിരുന്നു. അതായത് കുലീന കുടുംബത്തിലുള്ളവർ അല്ലെ നോബൽസ്, പിന്നെ വെൽതിയർ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95%ഉം ഈ സാധാരണ ബുദ്ധിമുട്ടും പട്ടിണിയും ദൈനംദിന എന്താ പറയാ അവരുടെ അപ്പ ഉള്ള കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇൻകം ഉള്ളവർ മാത്രമായിരുന്നു. പക്ഷെ അതിലൊരു റിഫൈൻഡ് ഗ്രൂപ്പ് കുറച്ച് വെൽതി ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിലെ വെൽതിയർ ആയിട്ടുള്ള ഒരു സമൂഹത്തിലുള്ള ആൾക്കാരുടെ കുട്ടികളെയും പെൺകുട്ടികളെയും നോബൽസിന്റെ പെൺകുട്ടികളെയും മാത്രമാണ് പഠിക്കാൻ അനുവദിച്ചിരുന്നത്. അപ്പൊ അക്കാലത്ത് അവരെന്ത് ചെയ്യും, കോൺവെന്റിൽ കൊണ്ടയച്ച് അവിടെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. പക്ഷെ കൂടി അതോടുകൂടി തീർന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ ചെയ്യുന്നത്, അവർക്ക് ജോബ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. അവരുടെ ഫാമിലി എന്ത് ചെയ്യുന്നു, അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. അതോടുകൂടി അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം തീർന്നു. Working women had also to take care for the families, that is cook, fetch water, queue up for bread and look after the children. ഓക്കെ, അപ്പം സ്ത്രീകൾ, ഈ ഫ്രാൻസിലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യാൻ നിർബന്ധമായിട്ടും പോയേ പറ്റൂ അവരുടെ കുടുംബം, ഫാമിലിനെ നോക്കണമെന്നുണ്ടെങ്കിൽ. ഇത് കൂടാതെ what they have to do, അവർക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, വെള്ളം ആവശ്യത്തിനുള്ളത് കൊണ്ടുവരണം. പിന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആൻഡ് ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ക്യൂ അപ്പ് ഫോർ ബ്രെഡ്. അതായത് ഒന്നെങ്കിൽ റേഷൻ ആയിട്ടാണ് അക്കാലത്ത് ബ്രെഡ് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്ന് അവര് വലിയ ക്യൂകള് മണിക്കൂറുകളോളം പോയി നിന്ന് വേണം മേടിക്കുവാൻ വേണ്ടി ഈ ഒരു ബ്രെഡ്. മിക്കപ്പോഴും എന്ത് ചെയ്യും, ഈ ബേക്കറിയിലുള്ള ഉടമകളൊക്കെ ഇത് ബ്ലാക്ക് മാർക്കറ്റ് ചെയ്യും. അവര് പതിയെ ഇത് പൂഴ്ത്തി വെക്കുക, റേറ്റ് കൂട്ടുക, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഈ ക്യൂ അപ്പ് ഈ ഒരു ബ്രെഡ് കിട്ടുവാൻ വേണ്ടി. അവിടെയും ആരാ പോകേണ്ടിയിരുന്നത്, ഈ സ്ത്രീകളാണ് പോകേണ്ടിയിരുന്നത്. ആൻഡ് ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ. കൂടാതെ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതല കൂടി സ്ത്രീകൾക്കുണ്ടായിരുന്നു. Their wages were lower than those of men. ആണുങ്ങളെക്കാട്ടിലും വേജസ് സ്ത്രീകൾക്ക് കുറവ് കൂടിയായിരുന്നു. ഇപ്പൊ ഏകദേശം നമ്മൾ വിചാരിച്ചിരുന്ന ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ശരിക്കും ഇതിന് മുൻപൊക്കെ തന്നെ ഈ ഫ്രാൻസ് ഇങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയും ഇതേ സിറ്റുവേഷൻ തരണം ചെയ്ത് റെവല്യൂഷണറീസും ഫ്രീഡം സ്ട്രഗിളേഴ്സും ഇങ്ങനെയൊക്കെ തന്നെ വന്നാണ് ഫൈനലി അവർക്കും നാഷണലിസവും ഒക്കെ കിട്ടിയതും ഇത്രയും മോഡേൺ ആയി മാറിയതും ഒക്കെ അല്ലേ. So in order to discuss and voice their interests, women started their own political club and newspapers. അപ്പോൾ ഈ സ്ത്രീ സമൂഹം എന്ത് ചെയ്തു, അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അവർക്ക് കുറെ കാര്യങ്ങൾ ഇനി നേടിയെടുക്കാനുണ്ട്. അവർ വളരെ എന്താ പറയാ താഴ്ന്ന ഒരു നിലവാരത്തിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അവരുടെ താല്പര്യങ്ങൾ പുറം സമൂഹം അറിയണം. അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇതിനു വേണ്ടിയൊക്കെയും അവരെന്ത് ചെയ്തു, പൊളിറ്റിക്കൽ ക്ലബ്ബുകളും ന്യൂസ് പേപ്പറും ഒക്കെയും സ്റ്റാർട്ട് ചെയ്തു. പൊളിറ്റിക്കൽ ക്ലബ്ബ് എന്താണ്, അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അല്ലേ. ന്യൂസ് പേപ്പർ എന്താണ്, അവരുടെ വോയിസ് വെളിയിലുള്ള വ്യക്തികളും അറിയുവാൻ വേണ്ടി. About 60 women's club came up in different French city. അങ്ങനെ ഫ്രഞ്ച് സിറ്റീസിലെ പല സിറ്റികളിലായിട്ട് 60ഓളം വിമൻസ് ക്ലബ്ബ് ഉണ്ടായി. The Society of Revolutionary and Republican Women was the most famous of them. ഇവയിലൊക്കെയും ഈ 60 ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ക്ലബ് ആയിരുന്നു Society of Revolutionary and Republic Women. One of their main demands was that women enjoy the same political right as men. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ക്ലബ്ബുകളിലേക്കും ഇവർ ഡിസ്കസ് ചെയ്തതിൻ്റെ അകത്ത് എപ്പോഴും ഉയർന്നു വന്ന അവർക്ക് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത്ര മാത്രമായിരുന്നു, ഞങ്ങൾക്ക് പുരുഷന്മാരുടെ കൂടെ അതേ റൈറ്റ് വേണം, ഞങ്ങൾക്ക് അതേ പൊളിറ്റിക്കൽ റൈറ്റ് തന്നെ വേണം എന്നായിരുന്നു അവരുടെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ് സിറ്റുവേഷൻ, ഇപ്പോൾ അവരൊരു പാസീവ് സിറ്റിസൺസ് ആണ് അല്ലേ. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞത് തൊട്ട് മുൻപ്. Women were disappointed that the Constitution of 1791 reduced them to passive citizens. അപ്പോൾ ഈ പറയുന്ന സ്ത്രീകളുടെ സമൂഹം അവർ വളരെയധികം നിരാശരായിരുന്നു. കാരണം എന്താണ്, 1719 ഇവർ ഫ്രഞ്ച് റെവല്യൂഷനിലൊക്കെ 1789 ആ സമയത്ത് ഇവർ ഫ്രഞ്ച് റെവല്യൂഷനിലൊക്കെ
പങ്കെടുത്ത് 1790 എത്തിയപ്പോൾ നാഷണലിസം ലിബറലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിലൊക്കെ എത്തിയപ്പോൾ അവർ എന്താണ് ആശ്വസിച്ചതും സന്തോഷിച്ചതും? ഓക്കെ, ഇനിയെങ്കിലും ഞങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസും എക്കണോമിക് സ്റ്റാറ്റസും ഡെവലപ്പ് ആകും, ഞങ്ങൾ ഏറ്റവും ഈ താഴ്ന്ന ഒരു ലെവലിൽ ഇനി കിടക്കേണ്ടതായിട്ട് വരില്ല, ഞങ്ങൾക്കും റൈറ്റ്സ് കിട്ടും എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നവരാണ് അവർ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 വന്നപ്പോൾ നല്ലൊരു അടി കിട്ടിയ ഒരു അവസ്ഥയായത്. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1791 നാഷണൽ അസംബ്ലി ഉണ്ടാക്കിയെടുത്തതാണ് അല്ലേ? ആരാണ് ഈ നാഷണൽ അസംബ്ലി? റെവല്യൂഷണറീസിലുള്ള മെമ്പേഴ്സ് ഒക്കെ തന്നെയാണ് ഈ നാഷണൽ അസംബ്ലി ഉണ്ടായിരുന്നത്. അവരെന്താ ചെയ്തത്? ആ ഒരു ഗ്രൂപ്പിലുള്ളവർ പാസീവ് സിറ്റിസണും ആക്റ്റീവ് സിറ്റിസണും എന്ന് പറയുന്ന രണ്ട് തരത്തിലേക്ക് ആൾക്കാരെ മാറ്റി. അതിൽ പാസീവ്, നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഇതിന് മുമ്പുള്ള പാർട്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ പാസീവ് സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു വോട്ട് അവർക്ക് ഇല്ല. കുട്ടികൾക്ക്, വിമൻ, പിന്നെ പ്രോപ്പർട്ടി ഇല്ലാത്ത കുറച്ച് ആണുങ്ങൾക്ക്, ഇവർക്കൊക്കെയും റൈറ്റ് ടു വോട്ട് ഇല്ല. അവരെ നമ്മൾ എന്ത് പറയുന്നു? പാസീവ് സിറ്റിസൺസ്. അവർക്ക് വോട്ടർ ആവാനോ റെപ്രസെന്റേറ്റീവ് ആവാനോ ഒന്നും പറ്റില്ല. അപ്പൊ എന്തായി? വിമൻ വളരെയധികം disappointed ആയി. They demanded the right to vote to be elected to the assembly and to hold political office. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ക്ലബ്ബുകൾ അവർ 1791 ശേഷം ഉണ്ടാക്കുന്നതും. അതുവഴി അവർ എന്ത് ഡിമാൻഡ് ചെയ്തു? ഞങ്ങൾക്ക് റൈറ്റ് ടു വോട്ട് വേണം, ഇലക്ഷനിൽ പങ്കെടുക്കണം, ടു ബി ഇലക്റ്റഡ് ടു ദ അസംബ്ലി, അസംബ്ലിയിലേക്ക് ഞങ്ങളെയും തെരഞ്ഞെടുക്കണം, ഞങ്ങൾക്കും സീറ്റുകൾ വേണം, പിന്നെ ഞങ്ങൾക്കും പൊളിറ്റിക്കൽ ഓഫീസുകൾ ഹോൾഡ് ചെയ്യാനുള്ള അവകാശം വേണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. Only then they felt would their interests be represented in the new government. എന്നെങ്കിൽ മാത്രമേ, ഞങ്ങൾക്ക് റൈറ്റ് ടു വോട്ട് കിട്ടിയാലേ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സിനെ ഞങ്ങൾക്ക് ഇലക്ട് ചെയ്ത് അവർക്കും ഒരു പൊളിറ്റിക്കൽ ഓഫീസ് അവിടെ ഉണ്ടാവുള്ളൂ. എന്നെങ്കിൽ മാത്രമേ എന്തുള്ളൂ? സ്ത്രീകളുടെ താല്പര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻപിലേക്ക് എത്തുകയുള്ളൂ. In the early years, the revolutionary government did introduce laws that helped improve the lives of women. ഇതിന് മുൻപുള്ള വർഷങ്ങളിലൊക്കെയും ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? സ്ത്രീകളുടെ കുറച്ചൊക്കെ അവരുടെ ലൈഫിന്റെ ഡെവലപ്മെന്റിനും സോഷ്യൽ ഡെവലപ്മെന്റിനും എക്കണോമിക് ഡെവലപ്മെന്റിനും ഒക്കെ കുറച്ച് നിയമങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. Together with the creation of state schools, schooling was made compulsory for all girls. അപ്പൊ ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നതിന് കൂടെ എന്തൊക്കെ കൊണ്ടുവന്നു? സ്റ്റേറ്റ് റൺ ചെയ്യുന്ന സ്കൂളുകൾ കൊണ്ടുവന്നു. അവിടെ സ്ത്രീകളെ നിർബന്ധമായിട്ടും പഠിപ്പിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് സ്കൂളിംഗ് കൊടുത്തിരിക്കണം. Their fathers could no longer force them into marriage against their will. അവരുടെ താല്പര്യത്തിന് എതിരായിട്ട് അവരെ കല്യാണം കഴിപ്പിച്ച് വിടുവാൻ വേണ്ടി അവരുടെ ഫാദറിന് ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല അവരെ. Marriage was made into a contract entered into freely and registered under civil law. സിവിൽ നിയമത്തിന്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടും കൂടാതെ ആരും നിർബന്ധിക്കാതെ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യേണ്ട ഒരു കോൺട്രാക്റ്റ് ആക്കി മാറ്റുകയും ചെയ്തു. എന്ത്? വിവാഹം എന്ന് പറയുന്നത്. മുൻപെന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും കാണുന്നു, ആരെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കുന്നു, കല്യാണം കഴിച്ചേ പറ്റൂ. ഇപ്പം അതല്ല. സ്വന്തം ആഗ്രഹം ഉണ്ടായിരിക്കണം, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോൺട്രാക്റ്റ് ആക്കി മാറ്റിയതോടുകൂടി. കോൺട്രാക്ട് എന്താണ്? ഇറ്റ്സ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് അല്ലേ? അപ്പോൾ ഒരു സിവിൽ ലോയുടെ കീഴിലേക്ക് ഈ നിയമം അങ്ങ് കൊണ്ടുവന്നു. സോ മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഇനി ഫ്രീ തോട്ട് ഉണ്ടായിരിക്കണം, should be entered freely. Divorce was made legal and could be applied for by both women and men. ഇനി ഡിവോഴ്സ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് ലീഗലാക്കി മാറ്റി. ആർക്കും എല്ലാം ഡിവോഴ്സ് ചെയ്യാം, സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഡിവോഴ്സ് ചെയ്യാം. Women could now train for jobs, could become artists or run small business. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്? ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റെവല്യൂഷണറി ഗവൺമെന്റ് ഒക്കെ ഇതിന് മുൻപത്തെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ അക്കാലത്ത് എന്താ വിമന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇതിന് മുൻപ് വരെ എന്താണ്? ജോബ് ട്രെയിനിങ് ഒന്നും അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. സോ ജോബ് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. അവർക്ക് ചെറിയ ചെറിയ വർക്കുകൾ, കരകൗശല വർക്കുകളിൽ ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ എന്താണ്? ചെറിയ ചെറിയ ബിസിനസ്സുകൾ റൺ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഒരു ലെവൽ ഉണ്ടായിരുന്നു റെവല്യൂഷണറി ഗവൺമെന്റ് ഒക്കെ റൺ ചെയ്യുന്ന കാലഘട്ടത്തിൽ. ഇത് നിങ്ങൾക്കറിയാം, ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഗവൺമെന്റ്സ് റൺ ചെയ്തു പോയി. മൊണാർക്കി ഭരിച്ചു, ചെറിയ ഡിക്റ്റേറ്റേഴ്സ് ഭരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. റെവല്യൂഷണറി ഗവൺമെന്റ്സ് വന്നിട്ടുണ്ട്, ഡെമോക്രാറ്റിക് ഫോം വന്നിട്ടുണ്ട്. അപ്പം ഈ ഓരോ കാലഘട്ടത്തിലും ഓരോ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒരു റെവല്യൂഷണറി ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിമന് കൊടുത്തിരിക്കുന്ന കുറച്ച് ആനുകൂല്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. Women's struggle for equal political rights, however, continued. എന്നാലും
തുല്യമായിട്ടുള്ള പൊളിറ്റിക്കൽ അവകാശം നമുക്ക് വേണം എന്ന് പറഞ്ഞുള്ള ഈ ഒരു സ്ട്രഗിൾ, സ്ത്രീകൾക്കുള്ള ഈ ഒരു സ്ട്രഗിൾ പിന്നീടും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയി. ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ടെറർ, ദ ന്യൂ ഗവൺമെന്റ് ഇഷ്യൂഡ് ലോസ് ഓർഡറിംഗ് ക്ലോഷർ ഓഫ് വിമൻസ് ക്ലബ് ആൻഡ് ബാനിങ് ദർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. അങ്ങനെയാണ് 1791 കഴിഞ്ഞിട്ട് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ഒരു സമയം വന്നല്ലേ. ആരാണ് ഭരിച്ചിരുന്നത്? റോബസ്പിയർ അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. ഇതിന് മുൻപത്തുള്ള പാട്ടിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ അതെല്ലാം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും അതൊന്ന് കേൾക്കുക. അപ്പോൾ എന്തായാലും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന സമയത്ത് ഒരു പുതിയൊരു ഗവൺമെന്റ് വന്നു. ഈ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം എന്തായിരുന്നു, ഇത്രമാത്രം ആലോചിച്ചാൽ മതി. റിപ്പബ്ലിക്കിനെതിരായിട്ട് നിൽക്കുന്ന ആരെയും അവർ എനിമയായിട്ട് കാണും. എനിമീനെ എന്ത് ചെയ്യും? കൊന്നെടുക്കും, ഗില്ലട്ടൈൻ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഹാർഷ് റൂൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് സ്ത്രീകളുടെ ഈ പൊളിറ്റിക്കൽ ക്ലബ്ബുകളൊക്കെ അങ്ങോട്ട് അടച്ചു പൂട്ടിയേക്കാൻ അങ്ങ് പറഞ്ഞു. ബിക്കോസ് സ്ത്രീകൾ ആർക്കെതിരെയൊക്കെയാണ് ഈ ശബ്ദം ഉയർത്തുന്നത്? ബിക്കോസ് അക്കാലത്ത് റെയിൻ ഓഫ് ടെററിന്റെ സമയത്ത് വിപ്ലവം മൂലമുണ്ടായ ഒരു ഗവൺമെന്റാണ് റെയിൻ ഓഫ് ടെററിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ പോലും ആ വിപ്ലവത്തിന് എതിരായിട്ട് വരുന്ന എന്ത് വിപ്ലവവും അവർ അടിച്ചമർത്തുമായിരുന്നു. സോ വിമൻസ് ക്ലബ്ബും എന്താണ്? അതുപോലത്തെ ഒരു വിപ്ലവമാണ്. അതുകൊണ്ട് അവർ അടിച്ചമർത്തി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ സ്ത്രീകൾ വകയുള്ളതെല്ലാം അങ്ങ് ബാൻ ചെയ്തു. ഇനി അങ്ങനെയുള്ളൊന്നും വേണ്ട, ക്ലബ്ബുകളെല്ലാം അടച്ചുപൂട്ടി. മെനി പ്രോമിനന്റ് വിമൻ വെർ അറസ്റ്റഡ് ആൻഡ് എ നമ്പർ ഓഫ് ദം എക്സിക്യൂട്ടഡ്. വളരെ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്ന സ്ത്രീകളെ എല്ലാം അറസ്റ്റ് ചെയ്തു, അവരെ എല്ലാം ഗില്ലട്ടൈൻ ചെയ്തു, അതായത് തൂക്കിക്കൊന്നു അല്ലെ. Women's movements for voting right and equal wages continued throughout the next 200 years in many countries of the world. ഈ ലോകം ഒട്ടാകെയും പിന്നീടുള്ള 200 വർഷത്തോളം റൈറ്റ് ടു വോട്ട് വേണം, ഈക്വൽ വേജസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സും സ്ട്രഗിൾസും ഒക്കെയും കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾക്കറിയാം, നമുക്ക് പോലും ഈക്വൽ വേജസ് കിട്ടിയിട്ട് അധികം നാളാവുന്നില്ല. The fight for the vote was carried out through an international suffrage movement during the late 19th and early 20th century. അങ്ങനെ 19th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടത്തും 20th സെഞ്ചുറിയുടെ ആദ്യ ഒരു പാർട്ടിലും ഈ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു രാജ്യത്തിലും ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് എന്തായി മാറി? ഒരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആയി മാറി. ആ ഒരു സമയത്ത് ഇത് സ്ട്രോങ് ആയി. എന്ത്? റൈറ്റ് ടു വോട്ടിന് കിട്ടിയേ പറ്റൂ സ്ത്രീകൾക്ക്. ഇതിനു വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അവർ പേഴ്സണൽ ആയിട്ടുള്ള മൂവ്മെന്റുകളും റെവല്യൂഷൻസും ഒക്കെ നല്ല രീതിയിൽ നടന്നു പോന്നു. The example of the political activities of French women during the revolutionary years was kept alive as an inspiring memory. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിൽ ഈ ഒരു റൈറ്റിന് വേണ്ടി സ്ത്രീകൾ പോരാടി തുടങ്ങിയായിരുന്നു. അപ്പൊ മുന്നോട്ടുള്ള വർഷങ്ങൾ ഞാൻ പറഞ്ഞു 200 വർഷത്തോളം മുന്നോട്ട് വീണ്ടും ആൾക്കാർ ഈ ഒരു സ്ത്രീ സമൂഹം നടത്തിയ വളരെ അധികം ത്യാഗങ്ങൾക്കും ഒത്തിരി റെവല്യൂഷൻസിനും മൂവ്മെന്റ്സിനും ഒക്കെ ഒടുവിലാണ് ഇവർക്ക് റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ലഭിച്ചിരിക്കുന്നത്. അതും 20ാം നൂറ്റാണ്ടിന്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും, അതും കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എപ്പോഴും ലോകം ഒട്ടാകെയും മനസ്സിൽ ചെറിഷ് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാർ പുകഴ്ത്തി പറഞ്ഞിരുന്നത് ഫ്രാൻസിലെ സ്ത്രീകളുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് തന്നെയായിരുന്നു. It was finally in 1946 that women in France won the right to vote. അങ്ങനെ 1946 മാത്രമാണ് സ്ത്രീകൾക്ക് ഫ്രാൻസിൽ റൈറ്റ് ടു വോട്ട് ലഭിച്ചത്. അപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം അടിച്ചമർത്തപ്പെട്ട സമൂഹമാണ് ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്. 200 വർഷത്തോളം വേണ്ടി വന്നു. വെറുമല്ല, റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതായത് ഒരു അവകാശം നേടിയെടുക്കുവാൻ വേണ്ടി 250 വർഷത്തോളം വേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ത്യാഗം തന്നെയായിരുന്നു. സോ വിമനും റെവല്യൂഷനും നല്ലൊരു ഭാഗമായിരുന്നു. നമ്മളത് നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പോന്നു. അപ്പോൾ ഈ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.